അസ്സലാമുഅലൈക്കും. വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്നും ഞാനൊരു യൂസ്ഫുൾ ആയിട്ടുള്ള അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാ വീട്ടമ്മമാരും ഇഷ്ടപ്പെടുന്ന വീട് ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു സ്പിൻ മോപ്പ് റിവ്യൂ ആണ് ചെയ്യുന്നത്. കുറേ കാലമായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും, എന്നാലും നമുക്കിതൊന്ന് പരിചയപ്പെടാം അല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. മിൽട്ടൺ ബ്രാൻഡിൻ്റെ സ്പോട്സീറോ എലിഗൻറ്റ് സ്പിൻ മോപ്പാണിത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലെ ഓരോ ആക്സസറീസും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതിലൊരു ബാസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ് ഫിറ്റ് ചെയ്യുന്ന ഡിസ്ക് ആണിത്. ഈ സെറ്റിന്റെ കൂടെ 2 മോപ്പ് ഹെഡ് വരുന്നുണ്ട്. മോപ്പ് ഹെഡ് കണക്ട് ചെയ്യുന്ന റോഡാണിത്. ഈ റോഡിന്റെ ഹാൻഡിലാണ് ഈ കാണിക്കുന്നത്. പിന്നെ ക്ലീനിങ്ങിന് വേണ്ടി എന്തെങ്കിലും ലോഷൻസ് ഒഴിക്കാൻ വേണ്ടി ഒരു ബോട്ടിലുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഇതിന്റെ മാനുവലാണിത്. ഇത് ഏത് രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇതിന്റെ മാനുവലിൽ ശരിക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. കഴിഞ്ഞ ആഴ്ച ഡിസ്കൗണ്ട് ഉള്ള സമയത്തായിരുന്നു വാങ്ങിയത്. അപ്പോൾ എനിക്ക് 900 രൂപയ്ക്ക് കിട്ടി. ഇതിന്റെ ബോക്സിന്മേൽ ഇതിന്റെ റേറ്റ് കാണിക്കുന്നത് 2399 ആണ്. ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഈ ബക്കറ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ 2 മോപ്പ് ഹെഡ് ആണുള്ളത്. മോപ്പ് ഹെഡ് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. ഇത് മൈക്രോ ഫൈബർ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോൾ വേഗം ഡ്രൈ ആയി കിട്ടും. ഈ ഭാഗത്തിന് റോഡ് എന്നാണ് പറയുക. ഇനി നമുക്ക് ഈ മോപ്പ് ഈ ഡിസ്കിൽ എങ്ങനെയാണ് ഈ റോഡായിട്ട് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഈ റോഡ് നമുക്ക് ഈസി ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈസി ആയിട്ട് തന്നെ മോപ്പ് ഹെഡ് റോഡായിട്ട് കണക്ട് ചെയ്തെടുത്തു. ഇതിലൊരു ലോക്ക് ഉണ്ട്. ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോഡിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആദ്യം ഈ മോപ്പ് ഹെഡ് ഫ്ലോറിൽ വെക്കാം. എന്നിട്ട് ഈ റോഡ് അതിന്റെ സെൻട്രലായിട്ട് വെച്ച് കാൽ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ഫിറ്റ് ആയിട്ട് വന്നു. പിന്നെ ഈ ബക്കറ്റിനെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഉരുട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി 2 വീൽസ് ഉണ്ട്. ഈ ബക്കറ്റിൽ ഒരു സ്റ്റോപ്പർ കൊടുത്തിട്ടുണ്ട്. ഇതുള്ളതിനാൽ ഇതിലുള്ള അഴുക്കുവെള്ളം നമുക്ക് ഈസി ആയിട്ട് കളയാൻ പറ്റും. ബക്കറ്റിന് മുകളിലും സൈഡിലുമായിട്ട് 2 ഹാൻഡിൽസ് ഉണ്ട്. ബക്കറ്റിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ബക്കറ്റ് പൊക്കേണ്ട ആവശ്യമില്ല. വീൽസ് ഉള്ളത് കൊണ്ട് സൈഡിലുള്ള ഹാൻഡിൽ പിടിച്ച് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും.
ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ലോഷൻസ് ഒക്കെ ഒഴിക്കാൻ വേണ്ടി ഒരു ബോട്ടിലുണ്ട്. ഇതിനുള്ളിലുള്ള സ്പിന്നർ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഈ സൈഡിലുള്ള 2 ക്ലിപ്പും അഴിച്ചു മാറ്റിയാൽ ഇത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. കഴുകിയെടുക്കാൻ പറ്റുന്നത് കൊണ്ട് ബക്കറ്റ് എപ്പോഴും വൃത്തിയായിരിക്കും. അതുകൊണ്ട് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ട് വരില്ല. ഇതാണ് ഇതിൻ്റെ മുകളിലുള്ള ഹാൻഡിൽ. മുകളിലത്തെ ഹാൻഡിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സൈഡിലുള്ള ഹാൻഡിലും വീൽസും ഉള്ളത് കൊണ്ട് 2 മോപ്പ് ഹെഡ് ഉള്ളത് കൊണ്ട് ഒന്ന് വിൻഡോ ഗ്ലാസുകളൊക്കെ ക്ലീൻ ചെയ്യാനും ഒന്ന് ഫ്ലോർ ക്ലീൻ ചെയ്യാനും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് മോപ്പ് ഡിസ്കിൽ നിന്നും ഇങ്ങനെ മാറ്റിയെടുത്താൽ മതി. ഇതിനു വേണ്ടി ഞാനൊരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ടാണ് പതുക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് പ്രസ് ചെയ്താൽ പൊട്ടിപ്പോകും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഈ കാര്യത്തിൽ പ്രയാസം വേണ്ട, ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ബോട്ടിലിൽ ലൈസാൾ ഒഴിക്കാം. സ്പിന്നറിന്റെ താഴെ വരുന്ന രീതിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം ഒരിക്കലും ഈ ഡ്രെയിനറിന്റെ മുകളിൽ വരാൻ പാടില്ല.